ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ അച്ചാറാണ്. ഫസ്റ്റ് മാങ്ങ നല്ല വൃത്തിക്ക് കഴുകുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഫസ്റ്റ് എൻ്റെ ചേനഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് നല്ല മുറിച്ച് നല്ല പീസാക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങ നല്ല കുഞ്ഞുകുഞ്ഞ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മാങ്ങ കഴുകാം. ഗൈസ്, അപ്പോൾ നമ്മൾ മാങ്ങ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ മാങ്ങ കഴുകി ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അടുത്തതാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഉപ്പും മുളകും. അതിനായി നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ എടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളകും കൂടി ഇടാം. അധികം എരിവ് വേണ്ടവർക്ക് 3 ടേബിൾ സ്പൂൺ ഇടാം, അല്ലെങ്കിൽ 2 മതി. ഇതേ നമ്മൾ ഉപ്പും മുളകും ഇട്ടിട്ടുണ്ട് മാങ്ങയിലേക്ക്. അടുത്തതായി കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അപ്പം ഇനി എന്താ ചെയ്യണ്ടേ? കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർക്കണം എന്നാണ് അറിയുന്നത്. അപ്പം ഇതാ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു ഫോർക്ക് എടുത്ത് അങ്ങനെ കുനുകുനാ മിക്സ് ആക്കണം. വാ, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഇരിക്കുന്നല്ല. കപ്പൽ ഓടുന്നുണ്ടാവും അല്ലേ എല്ലാവരും വായിൽ. അടുത്തതായി നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. അടുത്തതായി 1 സ്പൂൺ കടുകാണ്. കടുകിട്ടിട്ട് അത് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അടുത്തതായി 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം എന്താ വേണ്ടത്? നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മളെ മാങ്ങക്കുട്ടനെ അങ്ങ് ഇട്ടുകൊടുക്കാം. മെല്ലെ മെല്ലെ ഇട്ടുകൊടുക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ, തെറിക്കും. ആ, എന്താ ഒരു രസം കാണാല്ലേ. ഇതാ നമ്മൾ നമ്മുടെ മാങ്ങ ചീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കുന്ന പോലെ കുറച്ച് ബ്രൗൺ കളറാവുന്ന വരെ ചൂടാക്കി എടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. വറ്റൽ മുളക് എടുത്തിട്ട് അത് 2 പകുതിയാക്കുക. എന്നിട്ട് അത് നമ്മുടെ മാങ്ങ അച്ചാറിലോട്ടേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് ഈ പരുവത്തിൽ ആയി കിട്ടുന്നവരെ ഇളക്കണം കേട്ടോ. നമുക്ക് കുറച്ച് കഴിച്ചു നോക്കാം. കൊമ്മാല്ലേ. അപ്പം എൻ്റെ അനിയത്തി ഒരു പീസ് മാങ്ങ കഴിക്കുന്നുണ്ട്. നമുക്ക് അവളോട് അഭിപ്രായം ചോദിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് അച്ചാർ? സൂപ്പറാണ്. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ മാങ്ങേൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ.